ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് നമ്മുടെ സഭാംഗങ്ങളുമായി സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികമാണ്. എങ്കിൽ കൂടിയും സാദൃശ്യം തോന്നുവാൻ സാധ്യതയുള്ള വ്യക്തികളോട് മുൻകൂർ സമ്മതം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഏവർക്കും മനസ്സു തുറന്ന് ചിരിക്കുന്നതിന് വേണ്ടി ഈ സ്കിറ്റ് ഞങ്ങൾ ആരംഭിക്കുന്നു. സാക് ടിവിയുടെ അടുത്ത പ്രോഗ്രാം ഒറ്റമൂലി. സാക് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒറ്റമൂലിയിലേക്ക് സ്വാഗതം. ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും മാനസിക പരിമുറുക്കങ്ങൾക്കും വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കും പ്രതിവിധി തരുന്ന ഒരു പ്രോഗ്രാമാണ് ഒറ്റമൂലി. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കോട്ടയം മൃഗശാല മിഷന്റെ മുൻ ഡയറക്ടറും പ്രശസ്ത മൃഗരോഗ വിദഗ്ധനുമായ ഡോക്ടർ സാജൻ ഐഫോൺ കിട്ടി. അവരുകൾ ഇന്ന് നമ്മുടെ സദസ്സിൽ വന്നിരിക്കുന്നു. ഇതിന് ഉപരിയായി അദ്ദേഹം ഗൗട്ട് അസോസിയേഷൻ ടൊറന്റോ ചാപ്റ്ററിന്റെ ചെയർമാനായിട്ടും സേവനം അനുഷ്ഠിച്ചു വരുന്നു. തുടർന്ന് 10 മിനിറ്റുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും അദ്ദേഹം നിങ്ങളോട് മറുപടി പറയും. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 1867000000. ഡോക്ടർ കിട്ടി ഒറ്റമൂലിയിലേക്ക് സ്വാഗതം. താങ്കൾ മൃഗചികിത്സാ രംഗത്ത് ഒരു വലിയ ശക്തിയാണെന്ന് ഞങ്ങൾക്ക് ഏവർക്കും അറിയാം. അതുപോലെ താങ്കൾ ഡോക്ടർ എന്ന നിലയിൽ കൗൺസിലിംഗ് മുഖാന്തരം വളരെ അഭിമാനകരമായ ഒരു സേവനം അനുഷ്ഠിച്ചു വരുന്ന വാർത്ത ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയുന്നു. കൂടാതെ ഇദ്ദേഹം ഗൗട്ട് അസോസിയേഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ഒരു പുതിയ വാർത്തയായി ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഞങ്ങളോട് അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കുവാൻ സാധിക്കുമോ ഡോക്ടറെ? കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ഞാൻ പൊതുജന ആരോഗ്യ സേവനത്തിനായിട്ട് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ ഞാൻ കോട്ടയത്തുള്ള അച്ചായന്മാരുടെ ഇടയിലാണ് പ്രവർത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഈ അച്ചായന്മാരുടെ ഇടയിലാണ് ഗൗട്ടിന്റെ പ്രശ്നങ്ങൾ എനിക്ക് കൂടുതൽ കാണുവാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെയാണ് എൻ്റെ കാലിലും ഗൗട്ടിന്റെ പ്രശ്നം വന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എനിക്ക് എൻ്റെ വലത്ത് കാലിൽ വേദന കൂടിയിരിക്കുന്ന വേളയിൽ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള CSI പള്ളിയിലെ അച്ഛനെ കാണാൻ പോയി. അച്ഛനാവുമ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു അറിവുണ്ടായിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ പോയപ്പോൾ അവിടെ ചെന്ന് കണ്ട കാഴ്ച എൻ്റെ ഹൃദയത്തെ വളരെ നൊമ്പരപ്പെടുത്തി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ 2 കാലിലും ഗൗട്ടാണ്. അയ്യോ, അന്നേരമാണ് ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. CSI അച്ഛന്മാർക്ക് പോലും വരുന്ന ഒരു അസുഖമാണല്ലോ ഇത് എന്ന് ഓർത്തപ്പോൾ അത് വളരെ വേദനിപ്പിച്ചു. ഞാനതാണ് ഡോക്ടർ പറഞ്ഞത്, അച്ഛന്മാർക്കും ഇപ്പോൾ ഗൗട്ടാണ്. പൊതുവെ ഒരു അച്ഛ എന്നുള്ള ഒരു പേരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് എൻ്റെ സേവനങ്ങള് ഞാൻ കൂടുതലായിട്ട് ഈ മേഖലയിൽ കൂടുതൽ വ്യാപിപ്പിക്കുന്നു. ഡോക്ടറെ, നമുക്ക് ഇപ്പോൾ ഒരു കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ,
ഹലോ ഡോക്ടർ ഉണ്ടോ? ആ ഡോക്ടർ ഉണ്ടില്ലല്ലോ. ആരാണ് വിളിക്കുന്നത്? ഡോക്ടർ ഉണ്ടോ? ഡോക്ടറെ ഉണ്ടിട്ടില്ല. പറയൂ, പേരെന്താണ്? ഹലോ, എന്റെ പേര് അവറാച്ചൻ എന്നാണ്. അവറാച്ചൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മുണ്ടിയപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. മുണ്ടിയപ്പള്ളി. പറയൂ അവറാച്ചൻ, ഇത്രയും ദൂരെ മുണ്ടിയപ്പള്ളിയിൽ നിന്ന് വിളിച്ചത് ഡോക്ടർ ഉണ്ടോ എന്ന് അറിയാനാണോ വിളിച്ചത്? അല്ല ഡോക്ടറെ, എനിക്കൊരു പ്രശ്നമുണ്ട്. പറയൂ. ആ ഡോക്ടർ ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം തരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. പറയൂ അവറാച്ച, എന്താണ് പ്രശ്നം? ഡോക്ടറെ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ CSI പള്ളിയുടെ സെക്രട്ടറി ആയിട്ടും ട്രഷററായിട്ടും സേവനം അനുഷ്ഠിച്ചു വരും. അതാണോ പ്രശ്നം? അതല്ല ഡോക്ടറെ, സമാധാനപരമായിട്ടൊന്ന് കേക്ക്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ്. എനിക്കൊരു പട്ടിയുണ്ട്. അവളുടെ പേര് ലൈറാമോൾ എന്നാണ്. അതാണോ പ്രശ്നം? അവളെ നോക്കേണ്ട ജോലികൾ പലതുമുണ്ട്. രാവിലെ നടത്താൻ കൊണ്ടുപോകണം, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, കൂടാതെ കുളിപ്പിക്കണം. ഇതൊക്കെ കാരണം പള്ളി വേലകളിൽ എനിക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇത് എന്നെ വല്ലാതെ അലട്ടുന്നു. അവറാച്ചന്റെ പ്രശ്നം വളരെ എളുപ്പം. പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് പറയുന്ന പേര് ദ സോഫിസ്റ്റിക്കേറ്റഡ് ലിബറേഷൻ ഓഫ് ഡോഗ്മാറ്റിക് ക്രൂവൽറ്റി ടുവേർഡ്സ് ബിരിയാണി സിൻഡ്രോം എന്നാണ്. It's a long name, but a small disease. തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാം. ഒരു കാര്യം അവറാച്ച് മനസ്സിലാക്കേണ്ടത്, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാനൊക്കെ എത്തില്ല. മാമനോ? ഡോക്ടറെ, അതാരാ മാമൻ? ഒരു CSI മെമ്പർഷിപ്പ് ഫോം എടുക്കട്ടെ. മാമനല്ല, മാമോൻ, സാത്താൻ. ഇതിന്റെ പ്രതിവിധിയായി ആദ്യം പട്ടിയെ മുറയ്ക്ക് അവറാച്ചന് പോകുന്നവിടത്തെല്ലാം കൊണ്ടുപോവുക എന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റിയിലോ ഗ്രോസറി സ്റ്റോറിലോ ബാബർ ഷോപ്പിൽ പോവുമെങ്കിൽ അതുകൊണ്ട് അവറാച്ചന് എപ്പോഴും പട്ടിയെ അവറാച്ചന് നിരീക്ഷണ വലയത്തിൽ നിർത്താൻ സാധിക്കും. അത് തന്നെയല്ല, പള്ളിയിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ പട്ടിക്ക് കൊടുക്കാം. പള്ളിയുടെ കാവലായിട്ട് തന്നെ തീർക്കാനായിട്ട് അവറാച്ചന് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ പട്ടിയെ മനുഷ്യർക്കും സമുദായത്തിന് തന്നെ ഒരു അസറ്റായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുക. താങ്ക് യു ഡോക്ടർ. ഗോഡ് ബ്ലസ് യു. എനിക്ക് ഈ അവസ്ഥ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് ആരുടെ കാര്യം? അവറാച്ചന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഏത് അവറാച്ചൻ? ഞാൻ പട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്? പട്ടി. കറക്റ്റ്. പറയൂ. മുണ്ടിയപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് മുണ്ടിയപ്പള്ളിയിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തോ പ്രശ്നമില്ല? കിഡ്നി ഇരിക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പൊ കിഡ്നി ഇരിക്കുന്നോടത്ത് എന്തോ പ്രശ്നമൊന്നും. പോട്ടെ ഡോക്ടറെ, നമുക്ക് വേറൊരു കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഹലോ, ആരാണ് ഈ വിളിക്കുന്നത്? പറയൂ. ഹലോ ഡോക്ടറെ, എന്നെ രക്ഷിക്കണം ഡോക്ടറെ. ഡോക്ടർ ഇവിടെ ഉണ്ട്. ഡോക്ടറെ, ഇദ്ദേഹത്തിനെ ഒന്ന് രക്ഷിക്കണം. പറയൂ, താങ്കളുടെ പേരെന്താണ്? ഡോക്ടറെ, എന്റെ പേര് ഷാബു എന്നാണ്. അതാണോ പ്രശ്നം? അതല്ല ഡോക്ടറെ എന്റെ പ്രശ്നം. ഡോക്ടർ കിട്ടി, ഞാനാകെ വലിയ മനോദുഃഖത്തിലാണ്. അതായത് ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു സെമിനാരിയിൽ ജോലി ചെയ്ത് വരികയാണ് ഡോക്ടർ. വിശദമായി പറഞ്ഞാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സെന്റ് അഗസ്റ്റിൻ, മാർ ഇബ്രാഹിം, മാർ ജോർജിയസ്, മാർ എടത്വ സെമിനാരിയിലാണ് ഞാൻ വളരെയധികം കേട്ടിട്ടുള്ള ഒരു പേരുള്ള വളരെ പ്രശസ്തമായ ഒരു സെമിനാരിയാണ് അത്. പറയൂ. കേട്ടിട്ടുണ്ട് ഡോക്ടർ. ഞാൻ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എൻ്റെ സമ്പർക്കം മുഴുവൻ അച്ഛന്മാരുമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇപ്പോൾ ഒരച്ഛനായി പരിണാമം ചെയ്തോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതെന്നെ മാനസികമായിട്ട് വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡോക്ടറെ. പിന്നെ എല്ലാ മാസവും ഞങ്ങളുടെ
കോട്ടേജ് പ്രയർ നടക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ പള്ളിയിലെ അച്ഛന് അവസരം കൊടുക്കാതെ മുഴുവൻ സമയവും ഞാൻ തന്നെ വേദഭാഗങ്ങൾ നിന്ന് വായിക്കും, പിന്നെ സംസാരിക്കും. കൂടാതെ പാട്ടുകൾ തെരഞ്ഞു പിടിച്ച് ഞാൻ തന്നെ പാടുകയും ചെയ്യുന്നു. ലോഹ ഇടുന്നത് ഒഴിച്ച് ബാക്കി പരിപാടികളൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് രാത്രി ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് രക്ഷയുണ്ടോ ഡോക്ടർ? ഞാൻ വീട്ടിലെ ഭാര്യയും കുട്ടികളെയും കുഞ്ഞാടേ കുഞ്ഞാടേ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ? എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമോ ഡോക്ടർ? ഇതില് വിഷമിക്കുന്ന കാര്യമില്ല. സാധാരണ എല്ലാ മാസവും വരുന്ന പ്രസംഗങ്ങൾ സ്ത്രീകൾക്കാണ്. അത് പോട്ടെ, ഞങ്ങള് ഇതിന് പറയുന്ന പേര് The Notorious Obsession of Accelerated Concussion of Symmetric Bullseye and Dysentery in Seminaries എന്നാണ്. കറക്റ്റ്, ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. പറയൂ. ഷാബുവിന്റെ സ്വദേശം എവിടെയാണ് ഡോക്ടറെ? തലവടി. താങ്കളിന്റെ തല വടിക്കണമെന്നാണോ പറയുന്നത്? എവിടെ വടിക്കാനാണ്? ഞാനൊരു ഡോക്ടറാണെന്നുള്ള കാര്യം താങ്കള് വിസ്മരിക്കരുത്. അയ്യോ ഡോക്ടറെ, താങ്കളുടെ തല വടിക്കുന്ന കാര്യമല്ല, എന്റെ സ്വദേശം തലവടിയാണെന്നാണ് ഉദ്ദേശിച്ചത്. ശരി, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അത് പോട്ടെ, ഇങ്ങനെയുള്ള അസുഖം വളരെ അപൂർവമാണ്. സാധാരണയായി കിഴക്കൻ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ കാണുന്ന സിംഹവാലൻ കുരങ്ങുകളിലാണ് ഈ രോഗം കൂടുതൽ കാണുന്നത്. ഇതിന് തക്കതായിട്ടൊരു മരുന്നുണ്ട്, ഭയപ്പെടേണ്ട കാര്യമില്ല. സന്ധ്യാസമയങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ 1-2 ഗ്ലാസ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ജീരകാരിഷ്ടമോ എന്തെങ്കിലും അരിഷ്ടം, വിപ്ലവകാരിഷ്ടമോ എന്തെങ്കിലും കഴിച്ചാൽ ഈ അച്ഛനാകണമെന്നുള്ള മോഹം മാറും, ദുസ്വപ്നങ്ങളും മാറും. ഡോക്ടറെ, ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടും? ഇത് സാധാരണയായിട്ട് നമ്മുടെ ACBO കടകളിൽ പ്രത്യേകിച്ച് കേൾക്കണം. ACBO നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാൻ ഈ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ഒരു 2 ആഴ്ചക്ക് ശേഷം ഡോക്ടറുമായിട്ട് ബന്ധപ്പെടാം. ബന്ധപ്പെടണമെന്നില്ല. സാധാരണയായിട്ട് ഈ മരുന്ന് കഴിക്കുന്നവർ പിന്നെ വിളിക്കാറില്ല. പിന്നെ വിളിക്കുന്നത് ഇതെങ്ങനെ നിർത്തണം എന്ന് ചോദിച്ചുകൊണ്ട് നിർത്താൻ വേണ്ടിയേ വിളിക്കത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. ഡോക്ടറെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? നമുക്കതിനെപ്പറ്റി ഫുള്ളായിട്ടുള്ള നമുക്ക് നോക്കാം. നമുക്ക് അതിനെപ്പറ്റി പിന്നെ ഒരു കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഹലോ, ആരാണ്? ഹലോ. Dr. Kitty. ഹലോ, പറയൂ, ആരാണ്? പേരെന്താണ്? Hello, I am Mr. D. Chen, calling from Shanghai, China. Oh, hey, don't interrupt me. Oh, Mr. Chen, പറയൂ, what is the problem? എന്താണ് പ്രശ്നം? You can call me Danny. ഡാനി. ഓക്കെ, ഡാനി. പറയൂ ഡാനി. You know, I was recently awarded the order of... പിടി. നമ്മുടെ ഓർഡർ ഓഫ് the order of the pollution and distribution of the city of Toronto കിട്ടിയ ആള് അല്ലേ? Yes, doctor. Thank you. നിങ്ങളെ പറ്റി ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. പറയൂ, what is your problem? ഡോക്ടർ, ഞാൻ നമ്മുടെ ടൊറന്റോ CSI ചർച്ചിന്റെ കൊയർ മാസ്റ്റർ ആണെന്ന് ഡോക്ടറിന് അറിയാമല്ലോ അല്ലേ? അതാണോ പ്രോബ്ലം? അതല്ല പ്രോബ്ലം ഡോക്ടർ. എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലേ, ഞാൻ ഈ ചൈനയിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം എനിക്ക് മലയാള ഭാഷ അന്യമായി തോന്നുന്നു. എന്ന് തന്നെയല്ല, എനിക്കിപ്പോൾ ലാറ്റിൻ ഭാഷയാണ് കൂടുതൽ താല്പര്യം. ചൈനയിൽ ഇപ്പം അതാണല്ലോ ഭാഷ. ചൈനയിലൊക്കെ ലാറ്റിൻ ഭാഷയാണോ? ഞാൻ ഓർത്തവിടെയൊക്കെ ഫ്രഞ്ച് ആണെന്ന്. അതെ ഡോക്ടറെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഫ്രഞ്ച് ആണെന്നുള്ളതാണ്. ഏതായാലും പറയൂ മിസ്റ്റർ ഡാനി. എൻ്റെ ഡോക്ടർ മിസ്റ്റർ ഡി ചാൻ, എൻ്റെ ഡോക്ടറെ, നമ്മുടെ കോയർ ഈ ലാറ്റിൻ ഭാഷയിലുള്ള പാട്ടുകൾ പാടാൻ പറ്റുന്നില്ല. They just don't get it. How can we solve this issue? ഓ,
ഈ രോഗത്തിന് ഞങ്ങൾ പറയുന്ന പേര് വൈറൽ ഹിസ്പാനിക് മ്യൂസിക്കൽ ഡിഫ്യൂഷൻ കോംപ്ലിക്കേറ്റഡ് ചൈനീസ് ഫുഡ് ആൻഡ് ഫിൽഹാർമോണിക് ഓർക്കസ്ട്ര സിൻഡ്രോം. ഇറ്റ്സ് എ ലോങ് നെയിം ബട്ട് ഡോണ്ട് വറി. ഇതിനൊക്കെ ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട്, ഒരു ഒറ്റമൂലി തന്നെയുണ്ട്. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ശേഷം കുട്ടികൾക്കും വലിയവർക്കുമായിട്ട് ഒരു ലാറ്റിൻ ലോകം തുടങ്ങണം. അതേ പ്രശ്നം മാറി കിട്ടും. താങ്ക് യു ഡോക്ടർ, ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ഐഡിയ. എൻ്റെ ഡോക്ടറെ ഇപ്പോഴാ ആശ്വാസമായത്, എൻ്റെ പണി പോകുന്ന പ്രശ്നമായിരുന്നു. Don't worry, Mr. Chen. You will be all right. Take care. Bye for now. താങ്ക് യു ദാനി. നമുക്ക് ഇനിയും വീണ്ടും സംസാരിക്കാം. ബൈ ബൈ. ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വസ്തുതയാണ്, മലയാളികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക പകർച്ചവ്യാധിയാണ് ഈ അന്യഭാഷാ പ്രേമം. ഡോക്ടറെ, അത് ശരിയാ ഡോക്ടറെ. എനിക്കും ഈയിടെയായിട്ട് ഈ അസുഖങ്ങളൊക്കെ വരുന്നതായിട്ട് പറയുന്നു. ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഭാര്യയും കുട്ടികളും ഇപ്പം പറയുന്നത് ഞാനും ഇപ്പം ലാറ്റിൻ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു വലിയൊരു പ്രയാസമായിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാം ഡോക്ടറെ? ഹലോ, Who is this guy? What is he doing? ഒരു program നടത്തിയല്ലോ. ഡോക്ടറെ, ഇത് ഞങ്ങളുടെ ഒരു പുതിയ സ്റ്റാഫാണ്. പുള്ളിയുടെ പേര് എബി ബെന്യാമീൻ എന്നാണ്. പുള്ളി തോലശ്ശേരിക്കാരനാണ്. പുള്ളി അടുത്ത കാലത്ത് ഒരു പീരങ്കി പോലെ ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ചു. അതിൽ പിന്നെ ഇങ്ങനെ പല പല പടങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അപ്പോൾ മതി പറയാം. അപ്പോൾ ചെല്ല ഈ തോലശ്ശേരിക്കാർക്കെല്ലാം കാണുന്ന ഒരു പ്രത്യേക അസുഖമാണ് ഇത് മാറ്റാനായിട്ട് എന്തെങ്കിലും മരുന്ന് നമ്മൾ ചെയ്യണം. ഹലോ ഡോക്ടറെ, നമുക്ക് നോക്കാം. വേറൊരു കോള് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ ഡോക്ടറെ, എൻ്റെ പേര് സന്തോഷ് കോട്ടൂരാൻ. ഞാൻ കുമ്പളം പൊയ്കയിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ മിസ്റ്റർ കോട്ടൂരാൻ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഡോക്ടറെ, ഞാൻ ഒരു CSI കുടുംബത്തിൽ വളർന്ന ഒരു മനുഷ്യനാണ്. അതാണോ പ്രശ്നം? അതല്ല ഡോക്ടറെ എൻ്റെ പ്രശ്നം വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് CSI പള്ളിയിൽ പോകുവാനേ സാധിക്കുന്നില്ല. ഇതുകൂടാതെ ഹൈടെക് സാധനങ്ങളോടെ, പ്രത്യേകിച്ച് LCD TV, അത് ഒരു 70-80 ഇഞ്ചിന് മുകളിലുള്ള LCD TVകളോട് എനിക്ക് പ്രത്യേക ഒരു ഭ്രമം. ഡോക്ടറെ, അത് തന്നെയല്ല, ഞാൻ ഫ്യൂച്ചർ ഷോപ്പിന്റെ മുമ്പിൽ പോയി ദിവസവും ഒരു 2-3 മണിക്കൂറുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഡോക്ടർ. പിന്നെ ഞായറാഴ്ച ഞാൻ അതിരാവിലെ ഒരു 11 മണിക്ക് എഴുന്നേറ്റ് CSI പള്ളിയിലേക്ക് തിരിക്കും. പക്ഷേ ഞാൻ എത്തിച്ചേർന്നത് മർത്തോമ, കത്തോലിക്ക, മറ്റു പള്ളികളിലാണ് ഡോക്ടർ. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ അസുഖത്തിന്റെ പേര് The Absolute Constitution coupled with selling of homes and television syndrome. ഇതിന് മരുന്നുണ്ട്. താങ്കൾ ഏത് പ്രവർത്തന മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു തൈക്കൂണാണെന്നുള്ള വിവരം ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. തൈക്കൂണോ? ഞാൻ വെള്ളക്കൂൺ, പച്ചക്കൂൺ, മഞ്ഞക്കൂൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ തൈക്കൂണ് എന്ന് കേട്ടിട്ടില്ല. ഈ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വയറ് ചീത്തയാക്കല്ലേ? ഏതായാലും ഈ അസുഖത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. സാധാരണ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു രോഗമാണ്. ഡോക്ടറെ, ഇത് തുച്ഛമായ ചെലവില് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടോ? ഉണ്ട്. ആള് ചീപ്പാണല്ലേ? ഒരു മരുന്ന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാം, അധികം പൈസ ആകാത്ത. റീമാക്സ് 250 മില്ലി മാർക്ക് ആന്റണി ക്രീമിൽ ചാലിച്ച് അല്പം തേൻ കലർത്തി രാവിലെയും വൈകിട്ടും സേവിക്കുക. രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ 2 ആപ്പിൾ TV എടുത്ത് റൗട്ടിൽ കണക്ട് ചെയ്ത് എന്നോട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അപ്പം ഈ ഡോക്ടറെ, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി പകർച്ച വ്യാധികളൊക്കെ വരുന്നുണ്ടല്ലേ?
എന്താണ് ഡോക്ടർ ഇതിനെ പറ്റി പറയാനുള്ളത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെയല്ല, എല്ലാ മേഖലകളിലും ഉണ്ട്. ഈ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിര കാറ്റുണ്ട്. അത് തട്ടിയാൽ വരുന്ന ഒരു സുഖമാണ് അസുഖം കോൾഡ് മിഡിൽ ഏജ് ഗ്രീഡിനെസ് ഫോർ ട്രിപ്പിൾ ടൈംസ് ഓവർ ടൈം റേറ്റ്സ് ഓൺ സൺഡേസ് ആൻഡ് ഗുഡ് ഫ്രൈഡേസ്. ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ജോയി സിൻഡ്രോം. ഓ, ജോയി സിൻഡ്രോം ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റി. അത് വന്നു കഴിഞ്ഞാൽ എന്റെ സാറേ ചുറ്റുമുള്ള ഒന്നും കാണത്തില്ല. ഓവർ ടൈം ഓവർ ടൈം ഓവർ ടൈം. പള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട, പിള്ളേരും വേണ്ട, ഭാര്യയും വേണ്ട, ഓവർ ടൈം മാത്രം. ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ പറ്റി, ജോയി എന്നുള്ള സിൻഡ്രോം. പറയൂ. ഇതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. നല്ല നാടൻ വള്ളിച്ചൂരൽ മേടിക്കുക, പിൻഭാഗത്തായി 10 പെട കൊടുക്കുക രാവിലെയും വൈകുന്നേരവും. അതോടുകൂടി ഈ രോഗം മാറും. ഇതോടുകൂടിയുള്ള മറ്റ് ചുറ്റിക്കളികളും മാറിക്കിട്ടും. തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഡോക്ടർ കിട്ടി ഇപ്പം നമ്മളോട് ഷെയർ ചെയ്തത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഞങ്ങളോട് ഒരുമിച്ച് ഡോക്ടർ കിട്ടി നമ്മളോട് സമയം ചെലവഴിച്ചതിന് ഞങ്ങളുടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു.